ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിക്കണത്. ഇന്ന് നമ്മൾ വിരുന്ന് പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ഉച്ച കഴിഞ്ഞാൽ 4 മണിക്ക് ഞങ്ങൾ വിരുന്ന് പോകണം എന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. അപ്പം ഇന്ന് അടുപ്പത്തൊന്നും ചോറൊന്നും വെക്കണില്ല. അന്ന് കുക്കറിൽ കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരു നേരത്തിനല്ല, ഉച്ചക്ക് മാത്രമല്ലേ ഉള്ളൂ വേണ്ടത്. പിന്നെ അതാ ഞാൻ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റും കുക്കറിൽ കുറച്ച് ചോറും വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമല്ലോ കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആദ്യം തന്നെ ലൈക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ചൂടായപ്പോൾ അതിക്ക് ഏലക്കായും പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാടിയപ്പോൾ ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് എന്ത് നെയ്ച്ചോറാണ്, അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ മല്ലിച്ചപ്പൊന്നുമില്ല കേട്ടോ. ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറാണ്. അപ്പോൾ ഇതാ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 വിസിലടിച്ചുമ്പോൾ നമുക്ക് കുക്കർ ഓഫാക്കാം. അപ്പോൾ നമ്മളെ കുക്കറൊക്കെ ഇപ്പോൾ കൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം. അതിന് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇതാ എണ്ണയൊക്കെ ഒഴിച്ച് വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മളെ തട്ടിക്കൂട്ട് നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറൊക്കെ തുറന്നേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മക്കളെ, ഈ ചോറിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിച്ചപ്പും ഒന്നും ഇല്ലെങ്കിലും ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടില്ലേ. ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറ്. പിന്നെ വല്യുള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല. പിന്നെ ഞാൻ അതിക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം വാടി വന്നപ്പോൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത്, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങോട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഒന്ന് ലൂസായിട്ട് കോഴിമുട്ടമ്മയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ മസാലയൊക്കെ നല്ല സെറ്റായി വന്നപ്പോൾ ഞാൻ പുഴുങ്ങി വെച്ച കോഴിമുട്ടയൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മുട്ട റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അന്ന് ചച്ചുവിനും റിച്ചുവിനൊക്കെ ഉച്ചക്കന്ന് അങ്ങോട്ടാണ് പരീക്ഷ. അപ്പോൾ ഞാൻ ഓല് പരീക്ഷയ്ക്ക് പോകാനൊക്കെ റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്ക് ചോറ് കൊടുക്കുകയാണ്. ചോറ് തിന്നിട്ടാണ് പോണത്, ഉച്ചക്കല്ലേ. അപ്പോൾ ഞാൻ ഓർക്ക് ചോറ് വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ സച്ചൂറിച്ചൊക്കെ ചോറൊക്കെ തിന്ന് സ്കൂൾക്കൊക്കെ പോയി കേട്ടോ. പിന്നെ അന്ന് വിരുന്ന് പോകുക സന്തോഷത്തിലല്ലേ. അപ്പോൾ പിന്നെ ഒരു 4 മണിക്കൊക്കെ വന്നതാ കുളിച്ചൊക്കെ മാറ്റി രണ്ടാളും റെഡി ആയിരിക്കുക കേട്ടോ പോവാൻ. പിന്നെ ഓളെ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഓളെയും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ബാഗിലൊക്കെ തുണികളൊക്കെ ആക്കി ബാഗിലും കേസിലൊക്കെ ആക്കി ഇങ്ങനെ റെഡിയായി നിൽക്കുക കേട്ടോ. ഇനി ഓട്ടോറിക്ഷ വന്നിട്ട് വേണം. അപ്പോൾ അതാ നമ്മളങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ വന്ന് പോകുന്ന താഴെക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ മക്കളെ, നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ, താഴെക്കോട് വീട്ടിൽ. അപ്പോൾ അതാ അനിയത്തികളൊക്കെ ഉണ്ട്. അനിയത്തികളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടിയാൽ പിന്നെ പറയണ്ട കേട്ടോ. നല്ല ഒച്ചയും തിരക്കൊക്കെ ആവും. കുട്ടികളും മക്കളും എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ. അപ്പോൾ അതാ നല്ല പായസമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ പായസം ഉണ്ട്, പിന്നെ പഴംപൊരി ഉണ്ട്, ബിരിയാണി ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ, വിരുന്ന് പോകുന്ന വിശേഷങ്ങളൊക്കെ. അപ്പോൾ നല്ല അരിപ്പായസം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.